വടകര ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വിപുലമായി ആഘോഷിച്ചു. പൂക്കളമൊരുക്കലും തിരുവാതിര ഉൾപ്പെടെയുള്ള വിവിധ കായിക മത്സരങ്ങളും അരങ്ങേറി. പൂക്കളം, ധ്യാനം, കലാപരിപാടികൾ, ധ്യാനത്തിന്റെ ശാന്തതയിൽ തുടങ്ങിയ ഓണാഘോഷത്തിൽ മനസ്സിന് കുളിർമയേകുന്ന വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. വർണ്ണാഭമായ പൂക്കളമൊരുക്കൽ, ഓണപ്പാട്ടുകൾ, പരമ്പരാഗത ഓണക്കളികൾ, മനോഹരമായ തിരുവാതിരക്കളി എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ചടങ്ങിൽ സുഗന്ധ്, TC സത്യനാഥൻ, കുഞ്ഞികൃഷ്ണൻ, പവനൻ, ഉണ്ണികൃഷ്ണൻ, രമേശൻ ഊരാളുങ്കൽ എന്നിവർ സംസാരിച്ചു. ഇത് നമ്മുടെ ഈ സംഘടന ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ശരിക്ക് 1945 മുതൽ ഇന്ത്യയിലല്ല ലോകമാസകലം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഏകദേശം 165ഓളം രാജ്യങ്ങളിൽ ഇത് നിലവിൽ ഇതിൻ്റെ പ്രാക്ടീസ് നടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ മിഷൻ്റെ വടകര സെൻ്ററാണ് ഈ പ്രാവശ്യം ഇവിടെ ഓണാഘോഷം നടക്കുകയാണ്. ഇത് നമ്മുടെ വടകരയിൽ നാരായണ നഗറിലാണ് ഈ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ പ്രവർത്തിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് മെഡിറ്റേഷനാണ്, ധ്യാനം. യോഗയുടെ അതിൻ്റെ കെയർ ഓഫിലുള്ള അതിൻ്റെ പർവ്യൂവിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. യോഗയുടെ 3ാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ യോഗാസനം എന്ന് പറയുന്നത്. ധ്യാനം അതിൻ്റെ 7ാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ധ്യാനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ ഏകദേശം 150 പേര് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ട് ഈ വടകര പ്രദേശത്തുണ്ട്. ഇതിന് മറ്റുള്ള പല സ്ഥലങ്ങളിലും ഇതിന് വലിയ സെൻറ്ററുകളുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പല സ്ഥലങ്ങളിലായിട്ട് ഇതിന് വലിയ ആശ്രമങ്ങളും അതേപോലെ മെഡിറ്റേഷൻ സെൻറ്ററുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് കൂടുതൽ പ്രചാരം ഇവിടെ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ച് വരുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് മലബാർ സൈഡിൽ ഇതിന് പ്രചാരം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും ഇതിൻ്റെ ഒരു സൗജന്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന എല്ലാ സ്ട്രെസ്, മനസ്സിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്താൽ നല്ലതാണ്. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുകയാണ്. സൗജന്യമാണ്. പ്രത്യേകിച്ച് ഇതിന് ഫീസൊന്നും നമ്മൾ വാങ്ങിക്കുന്നില്ല. സൗജന്യമായിട്ടാണ് ഇത് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിനിവിടെ ഏകദേശം 10ഓളം ഇതിന് ട്രെയിനേഴ്സ് ഉണ്ട്. ആ ട്രെയിനേഴ്സ് അവർക്ക് സൗജന്യമായിട്ട് ഇതിൻ്റെ ഒരു പരിശീലനം നൽകുന്നതാണ്. എല്ലാവരെയും ഇതിന് സ്വാഗതം ചെയ്യും. ഓണസദ്യയോടുകൂടി ആഘോഷ പരിപാടികൾ അവസാനിച്ചു. സെന്റർ കോർഡിനേറ്റർ സുകേഷ് ആക്കിലേരി, ആശ്രമ മാനേജർ ഹരികൃഷ്ണൻ, രമേശ്, സജീഷ്, ബിനീഷ്, ബിഗിൽ, അനിത സുരേന്ദ്രൻ, ജിംഷ, നിഷ SR, ശോഭന എന്നിവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി.